എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ സെഷനിൽ ലെഗുകളുടെ ക്രിമ്പിംഗ് നമ്മൾ ചർച്ച ചെയ്യും. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കേബിൾ ഉപയോഗിച്ച് ലെഗുകൾ ക്രിമ്പ് ചെയ്യാനും ക്രിമ്പിംഗ് പരിശോധിക്കാനും കഴിയും. ലെഗുകൾ എന്താണ്? രണ്ടോ അതിലധികമോ കണ്ടക്ടർക്കും ഉപകരണങ്ങൾക്കുമിടയിൽ ശക്തമായ കണക്ഷനുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ഘടകങ്ങളാണ് ലെഗുകൾ. ഒരു കേബിളുമായി ബന്ധിപ്പിക്കുന്നതിന് കണക്ഷന്റെ തരത്തെ ആശ്രയിച്ച് കേബിൾ ലെഗിന്റെ ഒരറ്റം ക്രിമ്പിങ്ങിനായി ഉപയോഗിക്കണം. ടെർമിനൽ അല്ലെങ്കിൽ കണക്റ്റിംഗ് പോയിന്റ്, പിന്നീട് ഒരു ബോൾട്ട്, സ്ക്രൂ അല്ലെങ്കിൽ സ്പ്രിംഗ് ക്ലിപ്പ് ഉപയോഗിച്ച് ലെഗിന്റെ മറ്റേ അറ്റത്ത് ഉറപ്പിച്ചിരിക്കുന്നു. ടെർമിനൽ തരവും കണക്ഷൻ രീതിയും കണക്കിലെടുത്ത് ഒരു കേബിൾ ലെഗിന്റെ കണക്ടർ എൻഡ് തിരഞ്ഞെടുക്കുന്നു. എന്തുകൊണ്ടാണ് ലെഗുകൾ ഉപയോഗിക്കുന്നത്? രണ്ടു വയറുകളോ കണ്ടക്ടറുകളോ ബന്ധിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ സാധാരണയായി കണ്ടക്ടറുകൾക്കിടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നു. എന്നാൽ അത് ശാശ്വതമല്ല. ഇത് ട്വിസ്റ്റിലെ റെസിസ്റ്റൻസ് വർദ്ധിപ്പിച്ചേക്കാം. ഈ സാഹചര്യം ഒഴിവാക്കാൻ ഉചിതമായ ഉപകരണം ഉപയോഗിച്ച് കണ്ടക്ടറുകളുടെ അറ്റത്ത് ലെഗുകൾ ഉറപ്പിക്കുകയും കൂടാതെ നട്ടുകളുടെയും ബോൾട്ടുകളുടെയും സഹായത്തോടെ കണക്ഷനുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ സംവിധാനത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് എളുപ്പവും സുരക്ഷിതവുമാണ് എന്നതാണ്. കണ്ടക്ടറുകൾ തമ്മിലുള്ള ബന്ധം അയവുള്ളപ്പോൾ വൈദ്യുത പ്രവാഹം വയറിംഗിന്റെ കുറച്ച് സ്ട്രാൻഡ്സിലൂടെ ഒഴുകും. വൈദ്യുതിയെ കാര്യക്ഷമമായി കൈമാറാൻ ചെറിയ വയറിങ്ങുകൾ മതിയാകില്ല. അവയിലൂടെ പ്രവർത്തിക്കുന്ന അധിക വൈദ്യുതധാരയിൽ നിന്ന് ചൂടാവുകയും ചെയ്യും. പലപ്പോഴും ഇവ വൈദ്യുതിയുടെ ആർക്ക് കാരണമാകുന്നു. ഇത് നിങ്ങളുടെ കണക്ഷൻ ഭാഗം ചൂടാകുന്നതിനും തീപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. എല്ലാ ഇലക്ട്രിക്കൽ കണക്ഷനും ചൂടാകാനുള്ള സാധ്യതയുണ്ട്. ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുത പ്രതിരോധം വർദ്ധിക്കുന്നു. ഇത് കൂടുതൽ ചൂടാകുന്നതിന് കാരണമാകുന്നു. സെൻസെക്സിന്റെ അഭിപ്രായത്തിൽ ഭൂരിഭാഗം വൈദ്യുത തകരാറുകളും കണക്ഷൻ തകരാറുകൾ മൂലമാണ് സംഭവിക്കുന്നത്. അതിനാൽ ശരിയായ ഘടകങ്ങൾ ഉപയോഗിക്കുന്നത് ഈ പ്രശ്നങ്ങൾ കുറയ്ക്കും. ഏത് മെറ്റീരിയലിൽ നിന്നാണ് ലെഗുകൾ നിർമ്മിച്ചിരിക്കുന്നത്? സാധാരണയായി ലെഗുകൾ ചെമ്പ് അല്ലെങ്കിൽ അലുമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെമ്പ് വയറുകൾക്കായി ചെമ്പ് ലെഗുകൾ ഉപയോഗിക്കുന്നു. അലുമിനിയം വയറുകൾക്ക് അലുമിനിയം കണ്ടക്ടറുകൾ ഉപയോഗിക്കുന്നു. വയറുകളോ കേബിളുകളോ ഉപയോഗിച്ച് ലെഗുകൾ എങ്ങനെ ശരിയാക്കാം? കേബിളുകൾ ഉപയോഗിച്ച് ലെഗുകൾ ശരിയാക്കുന്നത് ക്രിമ്പിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ക്രിമ്പിംഗ് എന്ന പ്രത്യേക ഉപകരണത്തിന്റെ സഹായത്തോടെയാണ് ഈ പ്രക്രിയ നടത്തിയത്. ഏതൊരു ക്രിമ്പിംഗ് പ്രവർത്തനത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ക്രിമ്പിംഗ് ടൂളാണ്. ചെറുതും ഇടത്തരവുമായ ക്രോസ് സെക്ഷനുകൾക്ക് കോമ്പാക്ട് മെക്കാനിക്കൽ ക്രിമ്പിംഗ് ടൂളുകൾ അനുയോജ്യമാണ്. മറുവശത്ത് വലിയ ക്രോസ് സെക്ഷനുകൾക്കായി നിങ്ങൾ സാധാരണയായി പരസ്പരം മാറ്റാവുന്ന സൈഡുകളുള്ള ഡൈകളുള്ള ഒരു ഹൈഡ്രോളിക് ഉപകരണത്തിനായി പോകണം. മറ്റൊരു പ്രധാന സിസ്റ്റം ഘടകം ഓപ്പറേറ്ററാണ്. ഒരു വ്യക്തിക്ക് ഒരു തികഞ്ഞ ക്രിമ്പുണ്ടാക്കാൻ അവരെ പ്രാപ്തരാക്കാൻ അവർക്ക് ആവശ്യമായ വിവരങ്ങളും പരിശീലനവും എന്തായാലും നൽകണം. സൂചിപ്പിച്ച ലെഗിന്റെ വലിപ്പം എന്താണ്? ലെഗിന്റെ വലിപ്പം സ്ക്വയർ മില്ലിമീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ മില്ലിമീറ്ററിൽ വയറിന്റെ വലിപ്പം സൂചിപ്പിച്ചിരിക്കുന്നു. ലെഗ് വലിപ്പം എങ്ങനെ തിരഞ്ഞെടുക്കാം? ലെഗിന്റെ വലിപ്പം പൂർണ്ണമായും നിർണ്ണയിക്കുന്നത് അതിലുൾപ്പെട്ടിട്ടുള്ള വയർ വലിപ്പം അനുസരിച്ചാണ്. കൂടുതൽ വൈദ്യുതധാരയ്ക്ക് ഒരു വലിയ കണ്ടക്ടർ വലിപ്പം ആവശ്യമാണ്. കൂടാതെ ഒരു വലിയ കണ്ടക്ടർ വലിപ്പത്തിന് വലിയ അളവിലുള്ള ലെഗ് ആവശ്യമാണ്. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ഒരു ക്രിമ്പിംഗ് ഫലം ശരിയായ കേബിൾ ലെഗ് തിരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ലെഗുകളുടെ ടൈപ്പ് നമുക്ക് ചർച്ച ചെയ്യാം. ഇവയാണ് റിംഗ് ടൈപ്പ്, ഫോർക്ക് ടൈപ്പ്, പിൻ ടൈപ്പ്, ഇൻസുലേറ്റഡ് ടൈപ്പ്, നിർദ്ദിഷ്ട ടൈപ്പ് എന്നിവ. റിംഗ് ടൈപ്പ് ലെഗുകൾ ഇവയാണ്. ഇത്തരത്തിലുള്ള ലെഗുകളാണ് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നത്. പരന്ന കോണ്ടാക്ട് പ്രതലത്തിൽ വൃത്താകൃതിയിലുള്ള ഒരു വളയത്തിന്റെ ആകൃതിയിലുള്ള ഘടന പോലെയാണ് ഇത് കാണപ്പെടുന്നത്. ഇവിടെ പൊള്ളയായ സ്ഥലത്ത് ലെഗിന്റെ മധ്യഭാഗത്ത് നട്ടുകളും ബോൾട്ടുകളും ഉപയോഗിച്ച് ലെഗ് മുറുക്കുന്നു. ലെഗുകൾ വളരെ വിശ്വസനീയമാണ്. കൂടാതെ ടെർമിനൽ ബ്ലോക്ക് ഡ്യുവലിൽ നിന്ന് മോതിരത്തിന്റെ അല്ലെങ്കിൽ അടച്ച രൂപത്തിലേക്ക് ലെഗുകൾ നീക്കം ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഫോർക്ക് ടൈപ്പ് ലെഗുകൾ. ഇത്തരത്തിലുള്ള ലെഗ് യു ആകൃതിയിലുള്ളതോ പകുതി വൃത്താകൃതിയിലുള്ളതോ പോലെ കാണപ്പെടുന്നു. റിലേകൾ, ടൈമറുകൾ, കോണ്ടാക്ടറുകൾ, മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ നിയന്ത്രണ ഘടകങ്ങൾ ബന്ധിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പിൻ ടൈപ്പ് ലെഗുകൾ. ലെഗിന്റെ കണക്ഷൻ ഭാഗം നേർത്തതും നീളമുള്ളതുമായ ഒരു സൂചി ആകൃതിയിലുള്ള ഘടന പോലെ കാണപ്പെടുന്നു. ഐ ആകൃതി കാരണം ഇത് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇത് സാധാരണയായി താഴ്ന്ന വോൾട്ടേജ് ലെവലിൽ നിയന്ത്രണത്തിനായും ഇൻഡിക്കേഷൻ കേബിളിനായും ഉപയോഗിക്കുന്നു. കണ്ടക്ടറുകളെ കോണ്ടാക്ട് ബ്ലോക്കുകളിലേക്കും ചില ഇലക്ട്രോണിക് ഘടകങ്ങളിലേക്കും അവസാനിപ്പിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇൻസുലേറ്റഡ് ലെഗ്സ്. ഈ ലെഗുകൾ കണക്ഷൻ പോയിന്റിൽ ഇൻസുലേഷൻ ഉൾക്കൊള്ളുന്നു. ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ PVC അല്ലെങ്കിൽ നൈലോൺ ആകാം. ഇത് ഏറ്റവും ഉയർന്ന സുരക്ഷാ ആവശ്യകതകൾ നിറവേറ്റുന്നു. എന്നാൽ അതിന്റെ പരമാവധി ഇലക്ട്രിക്കൽ റേറ്റിംഗുകൾ കുറഞ്ഞ പവർ ആപ്ലിക്കേഷനുകൾക്കുള്ളതാണ്. ടെർമിനൽ ടേപ്പ് അല്ലെങ്കിൽ ശ്രവണ സ്ട്രിംഗ് ട്യൂബുകൾ ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ഇത് ഒഴിവാക്കുന്നു. നിർദ്ദിഷ്ട ലെഗുകൾ.
ഈ തരത്തിലുള്ള ലെഗുകൾ പ്രത്യേകവും നിർദ്ദിഷ്ടവുമായ ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കുന്നു. കൂടാതെ ഫാസ്റ്റ് അൺഹുക്ക്, ഓപ്പൺ ബാരൽ, ഫ്ലാറ്റ് ബ്ലേഡ് തരങ്ങൾ എന്നിവയുൾപ്പെടെ ഒരു നിശ്ചിത ഉപയോഗത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ലെഗ് തരങ്ങളും മാർക്കറ്റ് നൽകുന്നു. ഈ ലെഗുകൾക്കായി അപേക്ഷകൾ ആവശ്യപ്പെടുന്നു. കേബിൾ ഉപയോഗിച്ച് ലെഗ് എങ്ങനെ ക്രിമ്പ് ചെയ്യാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഘട്ടം 1. ബന്ധിപ്പിക്കേണ്ട വയറിന് അനുയോജ്യമായ ലെഗുകളുടെ വലിപ്പം തിരഞ്ഞെടുക്കുക. വയർ വ്യാസം 2 മില്ലിമീറ്റർ ആണെങ്കിൽ ലെഗും 2 മില്ലിമീറ്റർ വ്യാസമുള്ളതായിരിക്കണം. ശുപാർശ ചെയ്ത വലിപ്പമുള്ള ലെഗുകൾ മാത്രം ശുപാർശ ചെയ്ത വലിപ്പമുള്ള കേബിളിന് ഉപയോഗിക്കുക. ഷൂ വലിപ്പം തിരഞ്ഞെടുക്കാൻ ഇത് നമ്മൾ ഉപയോഗിക്കുന്നു. ഘട്ടം 2. കേബിൾ സ്ട്രാൻഡ്സുകൾ ചേർക്കുന്ന ലെഗിലെ ബാരൽ ഭാഗത്തിന്റെ നീളം അളക്കുക. ഘട്ടം 3. കേബിളിന്റെ അറ്റത്തുള്ള ഒരു ബ്ലേഡ് അല്ലെങ്കിൽ വയർ സ്ട്രിപ്പർ ഉപയോഗിച്ച് ഇൻസുലേഷൻ ഭാഗം നീക്കം ചെയ്യുക. അളന്ന വലിപ്പത്തേക്കാൾ കൂടുതലല്ല. കണ്ടക്ടർ സ്ട്രാൻഡുകൾ മുറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കോൺസെൻട്രിക് ഫ്ലെക്സിബിൾ കേബിൾ സ്ട്രിപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സ്ട്രിപ്പിംഗ് പ്രക്രിയയിൽ പുറം വയറിന്റെ 63% കേടായേക്കാം. ഇത് ഒരു അലുമിനിയം വയറാണെങ്കിൽ അലുമിനിയം വയറുകളിൽ നിന്ന് ഓക്സിഡേഷൻ പാളി നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്. അവ വൃത്തിയാക്കുകയും അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കുന്നതുവരെ കണ്ടക്ടറുകൾ ബ്രഷ് ചെയ്യുക. പൊതുവെ കണ്ടക്ടറിൽ മെറ്റൽ ട്രേസുകൾ അവശേഷിപ്പിക്കുന്നില്ലെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. കാരണം അവ കോൺടാക്ട് നാശത്തിലേക്ക് നയിച്ചേക്കാം. ഘട്ടം 4. ടെർമിനലിൽ ശരിയായ വയർ സ്ഥാപിക്കുന്നതിന് വയറിന്റെ നീളം വളരെ പ്രധാനമാണ്. ഇത് ടെർമിനലുമായി പൊരുത്തപ്പെടുന്നതും ക്രിമ്പിങ്ങിന് മുൻപ് ടെർമിനലിൽ ശരിയായ വയർ പ്ലേസ്മെന്റ് പ്രവർത്തനക്ഷമമാക്കുന്നതും പ്രധാനമാണ്. ഘട്ടം 5. കേബിൾ സ്ട്രാൻഡുകൾക്കിടയിലുള്ള എയർ സ്പേസ് അടയ്ക്കുന്നതിന് ക്രിമ്പിംഗ് പേസ്റ്റ് ഉപയോഗിക്കുന്നു. ലെഗ്സിലേക്കുള്ള കേബിളിന്റെ കണക്ഷൻ ശക്തമാക്കുന്നു. കേബിൾ സ്ട്രാൻഡുകളുടെ ഇൻസുലേഷൻ നീക്കം ചെയ്ത ഭാഗം ലെഗിന്റെ ബാരലിലേക്ക് പതുക്കെ തിരുകുക. ദൃശ്യമായ കേബിൾ സ്ട്രാൻഡുകളൊന്നുമില്ലാതെ എല്ലാ കേബിൾ സ്ട്രാൻഡുകളും പൂർണ്ണമായി ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഒരു ക്രിമ്പിംഗ് ടൂൾ തിരഞ്ഞെടുത്ത് ലെഗിന്റെ വലുപ്പത്തിൽ അനുയോജ്യമായ ഡൈ ചെയ്യുക. പൊരുത്തമില്ലാത്ത ക്രിമ്പിംഗ് ഡൈകൾ ഉപയോഗിക്കരുത്. സ്റ്റെപ്പ് 9. ഒരു കൈകൊണ്ട് ക്രിമ്പിംഗ് ടൂളിൽ ലെഗ് പിടിക്കുകയും കേബിൾ ഉപയോഗിച്ച് ലെഗ് ശക്തമായി ഞെരുങ്ങുന്നതുവരെ ഉപകരണത്തിന്റെ ഹാൻഡിൽ മറ്റൊരു കൈകൊണ്ട് അമർത്തുകയും ചെയ്യുക. ഇത് നീളമുള്ള ബാരലാണെങ്കിൽ കേബിളിന്റെ വശത്തു നിന്ന് ആരംഭിച്ച് ലെഗ് ബാരലിന് മുകളിൽ 2-3 ക്രിമ്പുകൾ ഉണ്ടാക്കുക. ക്രിമ്പിംഗ് ടൂളിൽ നിന്ന് ലെഗ് നീക്കം ചെയ്യുക. ലെഗ് ശരിയായി ഞെരുങ്ങിയിട്ടുണ്ടോ എന്ന് ദൃശ്യപരമായി പരിശോധിച്ച് കേബിളിലേക്ക് ലെഗ് ശക്തമായി ഇഴുകിച്ചേരുന്നതായി ഉറപ്പാക്കാൻ നിങ്ങളുടെ കൈകൊണ്ട് കേബിളിൽ നിന്ന് ലെഗ് വലിക്കുക. ലെഗിനെ പുറത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ലെഗുകൾ ശരിയായി ക്രിമ്പിംഗ് ഉണ്ടാക്കുക. ഉറപ്പുള്ളതും സുരക്ഷിതവുമായ വൈദ്യുത കണക്ടിവിറ്റിക്ക് അനുയോജ്യമായ നട്ടുകൾ, ബോൾട്ടുകൾ, വാഷറുകൾ എന്നിവ ഉപയോഗിക്കുക. ഹൈഡ്രോളിക് ക്രിമ്പിംഗ് ഉപയോഗിച്ച് വയറോട് കൂടിയുള്ള ലെഗ് എങ്ങനെ ക്രിമ്പ് ചെയ്യാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. പോർട്ടബിൾ ഹൈഡ്രോളിക് ക്രിമ്പിംഗ് ടൂൾ വലിയ ക്രോസ് സെക്ഷനുള്ള വയറുകളിലെ കേബിൾ കണക്ടറുകളുടെയും ടെർമിനലുകളുടെയും ക്രിമ്പിംഗ് പ്രവർത്തനക്ഷമമാക്കും. ഹൈഡ്രോളിക് ക്രിമ്പറുകൾ ക്രിമ്പിംഗ് ഡൈകളുമായി പൊരുത്തപ്പെടുന്നു. അതിനാൽ വ്യത്യസ്ത കണക്ടറുകളും ടെർമിനലുകളും ക്രിമ്പിംഗിനായി ഉപയോഗിക്കാം. പരമ്പരാഗത കൈപ്രസ്സുകളെ അപേക്ഷിച്ച് ഹൈഡ്രോളിക് ക്രിമ്പിംഗ് ടൂളുകൾ കൂടുതൽ ശക്തി നൽകുന്നു. ഘട്ടം 1. ലെഗിൽ അളന്ന ബാരലിന്റെ അളവുകളിലേക്ക് വയറുകൾ സ്ട്രിപ്പ് ചെയ്യുക. കണ്ടക്ടറുകൾ വൃത്തിയാക്കുന്നതുവരെ ബ്രഷ് ചെയ്യുക. കേബിൾ സ്ട്രാൻഡ്സുകളുടെ ഇൻസുലേഷൻ നീക്കം ചെയ്ത ഭാഗം ലെഗിന്റെ ബാരലിലേക്ക് തിരുകുക. ക്രിമ്പിംഗ് ടൂളിൽ നിന്ന് മുകളിലത്തെ ഭാഗം നീക്കം ചെയ്യുക. ക്രിമ്പിംഗ് ടൂളിന്റെ മുകളിൽ ഉചിതമായ ഡൈ സ്ഥാപിക്കുക. അത് ക്രം ചെയ്യേണ്ട ലെഗിന് അനുയോജ്യമാണ്. ഡൈസ് ശരിയാക്കിയ ശേഷം നേരത്തെ നീക്കം ചെയ്ത മുകളിലത്തെ ഭാഗം ലോക്ക് ചെയ്യുക. കേബിൾ സ്ട്രാൻഡുകൾ നിറച്ച് ലെഗ് ബാരൽ ഡൈകൾക്കിടയിൽ വയ്ക്കുക. ലിവർ പമ്പ് ചലിപ്പിക്കുന്നത് തുടരുക. പമ്പ് ഉയർന്ന മർദ്ദം ഘട്ടത്തിലേക്ക് മാറിയെന്ന് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ ശബ്ദം കേൾക്കാം. ലിവർ പമ്പ് ചലിപ്പിക്കുന്നത് തുടരുക. ഡൈസ് താഴേക്ക് വരുമ്പോൾ കേൾക്കാൻ കഴിയുന്ന പോപ്പ് ശബ്ദം കേൾക്കാം. ക്രിമ്പ് പൂർത്തിയായതായി ഇത് സൂചിപ്പിക്കുന്നു. തുറന്ന് ചലിക്കുന്ന ഹാൻഡിൽ ഹാക്ക് ഡൈയിൽ നിന്ന് യഥാർത്ഥ സ്ഥാനത്തേക്ക് ക്രംബ്ഡ് ലെഗ് നീക്കം ചെയ്യുക. ഇനി പറയുന്നവയിലൂടെ ക്രിമ്പിംഗ് പരിശോധിക്കുക. എംപ്ലോയിഡ് വയർ വലിപ്പം ടെർമിനലിലും ഡൈയിലും അടയാളപ്പെടുത്തിയിരിക്കുന്ന വയർ ശ്രേണിയുമായി പൊരുത്തപ്പെടുന്നു. നിക്ക് ചെയ്തതോ കാണാതായതോ ആയ സ്ട്രെയിൻസ് ഒന്നുമില്ല. കേബിളിൽ നിന്നോ കമ്പിയിൽ നിന്നോ ലെഗ് വലിച്ചുകൊണ്ട് ലെഗ് ഇറുകിയതാണെന്ന് ഉറപ്പാക്കുക. ലെഗുകളുടെ ക്രിമ്പിംഗ് എങ്ങനെ പരിശോധിക്കാം? ക്രിമ്പിംഗ് പൂർത്തിയാകുമ്പോൾ കോണ്ടാക്റ്റിന്റെ രൂപം പരിശോധിക്കുക. ശരിയായി ചുരുട്ടിയ കോണ്ടാക്ട് ബാരൽ
ഔട്ടർ സ്ട്രാൻഡ്സുമായി ദൃഢമായി ഒതുക്കിയിരിക്കുന്നു. പരന്ന കൈപ്പത്തിയോടുകൂടിയുള്ള കേബിൾ ലെഗുകൾ വൃത്തിയായ ആകൃതിയിലുള്ള അറ്റം ഉയർന്ന നിലവാരമുള്ള ഇലക്ട്രിക്കൽ കണക്ടറിന്റെ അടയാളങ്ങളാണ്. അനുചിതമായ ചുരുട്ടിയ ബാരലിന്റെ പുറം ചരടുകൾ അയഞ്ഞതായിരിക്കും. മതിയായ ക്ലാമ്പിംഗ് ശക്തി ഉണ്ടാകില്ല. കുറഞ്ഞ പൂൾ ഔട്ട് ഫോഴ്സ് പരിശോധിക്കുക. കേബിൾ അഴിക്കാൻ കഴിയുമെങ്കിൽ അത് മുറുകുന്നതുവരെ വീണ്ടും മുറുക്കുക. ലഭ്യമായ വൈവിധ്യമാർന്ന കേബിൾ ലെഗുകൾക്ക് അനുയോജ്യമല്ലാത്ത കണക്ഷനുകൾ ഒഴിവാക്കാൻ നിർമ്മാതാവ് പ്രസ്താവിച്ച ഒരു പ്രത്യേക ഉപയോഗവും ആപ്ലിക്കേഷനും ഉണ്ട്. ശരിയായ കേബിൾ ലെഗിന് സ്ഥിരമായ ഇലക്ട്രിക്കൽ കണക്ഷന്റെ സുരക്ഷിതമായ ഇൻസ്റ്റലേഷൻ ഉറപ്പാക്കാൻ കഴിയും. ഒരിക്കലും ചുറ്റുകയും ഉളിയും അല്ലെങ്കിൽ വൈസിൽ ഞെക്കുക എന്ന രീതിയൊന്നും ഉപയോഗിക്കരുത്. അത് ജോലി ചെയ്യില്ല. അതിന്റെ ഫലമായി കണക്ടർ ലൈഫ് കുറയുന്നതിന് കാരണമാകും. തെറ്റായ കണക്ഷനുകൾ തീപിടുത്തത്തിന് കാരണമാകുന്ന സംയുക്ത പ്രതിരോധം വർദ്ധിപ്പിക്കും. അതിനാൽ കേബിൾ ലെഗുകളുടെ ശരിയായ ഇൻസ്റ്റലേഷൻ നിർണായകമാണ്. എപ്പോഴും ഒരു ക്രിം ടൂൾ ഉപയോഗിക്കുക. സ്ട്രിപ്പ് ചെയ്ത കേബിൾ കോൺടാക്ട് ബാരലിലേക്ക് മുഴുവൻ തിരുകിയിട്ടുണ്ടെന്നും പുറം ചരടുകൾ ഉപയോഗിച്ച് ദൃഢമായി ഒതുക്കിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. അനുചിതമായ ക്രംപ്ഡ് ബാരലിലെ പുറം സ്ട്രാൻഡുകൾ ലോക്ക് ആകുകയും കേബിൾ സ്ട്രാൻഡുകൾക്ക് ചുറ്റും കോൺടാക്ട് ബാരലിനെ ഫലപ്രദമായി കംപ്രസ് ചെയ്യുകയും ചെയ്യും. ഇത് പരസ്പരം ദൃഢമായി അമർത്താനും കോൺടാക്ട് ബാരലിന്റെ ഉള്ളിലെ ഭിത്തിക്ക് നേരെയും അനുവദിക്കുന്നു. ഈ വീഡിയോ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് ക്രിമ്പിംഗ് പ്രക്രിയ നടത്താനും അത് പരിശോധിക്കാനോ പുനഃപരിശോധിക്കാനോ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.